നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മണിക്കൂറുകൾ മാത്രം എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ടിക്കറ്റുകൾ 25 ലക്ഷവും മാരുതി കാർ. 10 ലക്ഷം ഏതാ? ഇത് കർണാടക ദസറ ബമ്പർ. കേരളം 25 ലക്ഷം. തമിഴ്നാട് പൊങ്കൽ ബമ്പർ. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നറുക്കെടുക്കുന്ന കേരളത്തിന്റെ ടിക്കറ്റുകൾ 25 ലക്ഷം കൂടി മാരുതി കാറും ഒന്നാം സമ്മാനമായി നൽകുന്നു. അങ്കമാലിയിലെ പാവപ്പെട്ട താറാവാൻ 25 ലക്ഷവും അംബാസഡർ കാറും നേടിക്കൊടുത്ത അതേ ഏജൻസിയുടെ ടിക്കറ്റുകൾ ഭാഗ്യദേവത്തെ നിങ്ങളെ മാടി വിളിക്കുകയാണ് സഹോദര. നിങ്ങൾക്കറിയില്ലല്ലോ, ഈ ഒരു പ്രശ്നത്തിന്റെ പേര് ഞാനും കുര്യച്ചനുമായിട്ട് ശരിക്കും ഒരസിരിക്കുക. നിങ്ങൾ ഒരസി തീ ഉണ്ടാക്കുക എന്ത് വേണേലും ചെയ്തു. അന്നേ ഞാൻ പറഞ്ഞാണല്ലോ നിങ്ങളുടെ ഫാക്ടറി ജോലിക്ക് എന്റെ ഡോഗ് വരുന്നു. ആ ഒരു തെറ്റ് പറ്റിയാതെ തിരുത്താൻ ശ്രമിക്കുന്ന ഒരു തെറ്റാണോ? നിങ്ങൾ തിരുത്തണ്ടെന്ന്. പാവപ്പെട്ടവർ നിങ്ങൾ ഇനിയും തല്ലി ചതക്കണം. സാറിന് ലോട്ടറി ടിക്കറ്റ് വല്ലതും വേണമെങ്കിൽ പറ. മിസോറാം ബമ്പറുണ്ട്, കർണാടകയുണ്ട്. ദസറ സ്പെഷ്യൽ ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഏത് വേണമെങ്കിലും പറഞ്ഞു. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ അമ്മ ഈ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യം അറിഞ്ഞിട്ടില്ലെന്ന്. ഇല്ല, അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഫാക്ടറി ജോലി തന്നെയാണെന്ന് അമ്മയുടെ വിചാരം. M.Com കാരൻ മകന് ടിക്കറ്റ് വിൽപ്പനയാണെന്ന് അറിഞ്ഞാലേ അമ്മയ്ക്കത് ഭയങ്കര വിഷമാവും. അതുകൊണ്ട് അറിയിച്ചിട്ടില്ല. പാർത്ഥസാരഥിരമ്മേ, എന്തിനാ അമ്മയെ വിളിക്കുന്നത്? ആ ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യം ഒന്ന് പറയാന്ന് വിചാരിച്ച. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? പെറ്റതള്ളയുടെ മുമ്പിൽ സത്യം മറച്ചു വെക്കുന്നത് ശരിയല്ല. പാർത്ഥസാരഥിരമ്മേ, വളരെ കഷ്ടമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതെന്റെ അമ്മയ്ക്ക് താങ്ങാനാവില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പോയി തരാമോ? ഞാനൊന്ന് പറഞ്ഞു പോയിക്കോളാം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ വേണമെങ്കിൽ. എടോ മനുഷ്യ, തന്നെ ഞാൻ വെറും തൊഴിലാളിയായിട്ടല്ല അങ്ങോട്ട് വിളിച്ചത്, അവിടുത്തെ അക്കൗണ്ടന്റ് ആയിട്ടാ. അപ്പൊ താനത് മൈൻഡ് ചെയ്തില്ല. വൈരാഗ്യബുദ്ധി തനിക്കാകാമെങ്കിലേ എനിക്കും കുറച്ചൊക്കെ ആകാം. അതാ വരുന്നുണ്ട്. ലോട്ടറി ഫാക്ടറി ഫാക്ടറി இவரோட கம்பெனில என்ன புதிய அக்கவுண்ட் போட போறலாம். அப்படியா? ரொம்ப சந்தோஷம். நீங்க நன்னா இருக்கணும். இல்லம்மா, நான் அதல்ல சொல்ல வந்தேன். അത് തന്നെയാ പറയാൻ വന്നത്. ഞാൻ അക്കൗണ്ടന്റായിട്ട് ചാർജ് എടുക്കണം, അത്രയല്ലേ ഉള്ളൂ. നാളെ തന്നെ പുതിയ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. ഉറപ്പാണോ? ഉറപ്പ്. ഇല്ലെങ്കിൽ ഞാൻ മറ്റേ മിസോറായ അടിപിടി എല്ലാം കൂടി അമ്മയുടെ അപ്പൊ പിന്നെ അടിയും ഒന്നുമില്ല. ഇവരുടെ കമ്പനിയിൽ ആരോ അടിച്ച കാര്യം ചൊല്ലാ അമ്പടത്താൻ. ഇല്ലമ്മ, കമ്പനി അല്ല ഇവൻ തന്നെ. ചൊല്ലിട്ട് വേണ്ട, ഒന്നും ചൊല്ലണ്ട. നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാനൊരു വാക്ക് പറഞ്ഞത് വാക്കാ. നിശ്ചയമാ சொல்றீங்களா? നിശ്ചയമാത്താൻ ചൊല്ലേ. അപ്പൊ നാളെ കാലത്ത് വന്ന് ജോയിൻ ചെയ്യും. അവിടെ നിന്ന് തന്നെ ഒന്ന് സൗകര്യത്തിന് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്തിനാ? താൻ എന്ത് ധൈര്യത്തിലാണോ എനിക്ക് കത്തയച്ചത്? ഹൈക്കോടതിയിൽ കേസുണ്ട്, പോയിട്ട് വന്ന് സംസാരിക്കാം. ഇവിടുന്ന് ഇറങ്ങിയാലല്ലേ താൻ ഹൈക്കോടതിയിൽ എത്തൂ. തെമ്മാടിത്തരം കാണിച്ചിട്ടാ ചോദിക്കാൻ വന്ന എന്റെ ഭർത്താവിനെ താൻ തല്ലി കൈയൊടിച്ചു. വക്കീല്, നിന്നെ ഒരു പ്രേമലേഖനം വയസ്സുകാലത്ത് നീ എനിക്ക് നിന്നെ ഞാൻ ശരിയാ കൊല്ലി ഞാൻ നിന്നെ നിന്നെ എഴുതരുത് ആർക്കും. നിന്റെ ഒരു ഭദ്രകാളി, നീ ഇത്രയും വലിയ മന്ത്രിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് പട്ടാപ്പകല് ഞാൻ അപ്പുറത്തുള്ളപ്പോ കാമുകനെ വിളിച്ച് അകത്ത് കയറ്റിയെങ്കിൽ ഞാനൊന്നും അറിഞ്ഞല്ലേ. എല്ലാം മനസ്സിലായി. എന്താ നീ എന്നെ ഞാൻ പറയുന്നത് കേക്ക്. എന്റെ കർത്താവ് ഏതൊന്ന് കാഞ്ഞൂന്നാ തോന്നണേ. ചിലപ്പോ 2 കാഞ്ഞിട്ടുണ്ടാവും. എന്റെ മാതാവേ, മിണ്ടരുത്. തൃപ്തിയായില്ലേ? താൻ എവിടത്തെ മുത്തച്ഛനാടോ? ഒരു വീടിന്റെ നാഥനാവുമ്പോ എല്ലാവരിലും വേണം ഒരു കണ്ണ്. ഇവിടുത്തെ തോന്നിവാസികളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ എവിടുത്തെ മത്തച്ഛനാടോ? താൻ ഇതിനെ അനുഭവിക്കണോ? നോക്കിക്കോ. എന്റെ കൈക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ തന്റെ കരണ കുറ്റിയടിച്ച് ഞാൻ ഉത്സവപ്പുറമ്പാക്കിയാലേ.
എന്നെ തല്ലി കൊന്നാലും വേണ്ടില്ല. നീ പോടി. സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സത്യം ഞാൻ നേരിട്ട് മനസ്സിലാക്കി. അയ്യോ നീ അവന്റെ കൂടെ പോയി പുറത്തോ. അയ്യോ അങ്ങനെ പറയല്ലേ. നീ വക്കീലിനോട് പോയി പുറത്തോളാം. ദൈവദോഷം പറയരുത്. ജീവദോഷം പറയണേ. ആ. മോഹൻലാലിനെ കണ്ടാളകില്ല, മമ്മൂട്ടിയെ കണ്ടാളകില്ല. പിന്നെ എനിക്ക് മനസ്സിലായി. മീര മോഹൻദാസിന് ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വന്നിട്ടുണ്ട്. മീര മോഹൻദാസ്. സാർ, ആ കുട്ടി വരുമ്പോ എന്നെ വെറുതെ പരിചയപ്പെടുത്തൊന്നും വേണ്ട സാർ. ഞാൻ വെറും ഒരു പോസ്റ്റ്മാൻ ആണല്ലോ. എന്ത് പരിചയപ്പെടുത്താൻ? യെസ് സാർ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ രജിസ്റ്റേർഡ് ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ സൈൻ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണമല്ലോ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആ അമേരിക്ക ഒരു ലെറ്റർ ഉണ്ട്. എവിടെ സൈൻ ചെയ്യണം? സൈൻ ചെയ്യാൻ നിർബന്ധമില്ല. മിസ്റ്റർ ബാബുരാജ്, എഴുത്ത് കിട്ടി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഈ സാഹസം ചെയ്തതാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട്. ദയവ് ചെയ്ത് വായിക്കൂ. എന്റെ ഹൃദയ രക്തത്തിൽ ചാലിച്ച് എഴുതിയ വാക്കുകളാണ് എല്ലാം. മിസ്റ്റർ, നിങ്ങൾക്ക് കത്തൊന്നുമില്ല. അടിയോടിയുടെ ഭാര്യയ്ക്ക് കിട്ടിയ കത്തിലെ അതേ കയ്യേഷം തന്നെയാ ഇതിലും. ആണോ? അപ്പൊ അവൻ തലങ്ങും വിലങ്ങും ലവ് ലെറ്റർ എഴുതി വിടുകയാണോ? മുത്തച്ഛ, ഇവൻ അടിയല്ലാതെ വേറെ മരുന്നില്ല. വേറെ മരുന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്കിളല്ലേ പറഞ്ഞത് ആ കത്തിൽ നിറച്ച് കോടതി ഭാഷയാണെന്ന്? ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ആ കത്ത് വക്കീല് പറഞ്ഞു കൊടുത്തിട്ട് ബാബുരാജ് എഴുതി. ഈ കത്ത് ബാബുരാജ് തനിച്ചെഴുതി. ഇതിൽ കോടതി ഭാഷയില്ല. വക്കീൽ അങ്കിളിന് ഇതിലെന്താ ഇത്ര ഇൻട്രസ്റ്റ്? അയാളെ മൊത്തം കുഴപ്പമാ. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒന്നും അയക്ക് ഒരു കേസും ഇല്ല. ഇതുപോലുള്ള ചൂഷണം തട്ടിപ്പോ ആ മെയിൻ ജോലി. എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിത്താ അങ്കിൾ. സമാനിക്ക്, ആലോചിക്കട്ടെ. ക്ലാര ചേച്ചിക്ക് നോവല് വായിക്കാൻ ഇഷ്ടമാണല്ലേ? ആരാ പറഞ്ഞേ? പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ. ഇഷ്ടമാണോ? അതെ. കണ്ടോ, അപ്പൊ ഞങ്ങളെക്കാൾ കൂടുതൽ അങ്ങേര് ചേച്ചി ശ്രദ്ധിച്ചിരിക്കുന്നു. ആര്? ബാബു അങ്കിൾ. അയാളും പറഞ്ഞു. എന്തു പറയാൻ? എപ്പ കണ്ടാലും ക്ലാര ചേച്ചിയെ പറ്റി ചോദിക്കാനേ നേരമുള്ളൂ. ക്ലാര ചേച്ചി ഉണർന്നോ, പള്ളിയിൽ പോയോ, ഊണ് കഴിച്ചോ? അല്ല, എന്താ അതിന്റെ അർത്ഥം? അയ്യോ, എനിക്ക് തോന്നിയിട്ടില്ലല്ലോ പുള്ളിക്കാരൻ എന്നെ ശ്രദ്ധിക്കാറുണ്ടെന്ന്. ആരെങ്കിലും കണ്ടാലോന്ന് പേടിച്ചിട്ടായിരിക്കും. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറയാ ഈ വീക്കിലി ആരെയും കാണാതെ ചേച്ചിക്ക് കൊടുക്കണോന്ന്. ഇതിലൊരു ബെസ്റ്റ് നോവൽ ഉണ്ടത്രേ ചേച്ചിക്ക് വായിക്കാൻ. ആ മുത്തച്ഛൻ,